ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിഹ്നം ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിലായിരം വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikod. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഫോൺ 0475 2273 634. മനോഹരവും ഉറപ്പുള്ളതുമായ ഫർണിച്ചറുകൾ സ്വന്തം പണിശാലയിൽ മാത്രം നിർമ്മിച്ചു നൽകുന്നു. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഒരു തടി അലമാരയോ ഡിസൈൻ സെറ്റി സെറ്റോ വാങ്ങുന്നവർക്ക് ഒരു ദിവാൻ കോട്ട് തികച്ചും സൗജന്യം. ഒരു നോർമൽ സെറ്റി സെറ്റ് വാങ്ങുന്നവർക്ക് ഒരു റിവോൾവിംഗ് ചെയർ തികച്ചും സൗജന്യം. ഡബിൾ കോട്ട് കട്ടിൽ വാങ്ങുന്നവർക്ക് ഡബിൾ കോട്ട് മെത്ത സൗജന്യം. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. എല്ലാവിധ തടികളും ഉരുപ്പിടികളും മൊത്തമായും ചില്ലറയായും മിതമായ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. Lush Cosmetic. Lush proudly celebrating our first Onam with you with exciting offers and packages. Everything you need for this festival season at ₹3999. Luxury facial, advanced hair spa, pedi spa, waxing, hair cutting and setting. Bridal package worth ₹4,000 free with every booking. For the first time in Punalur, Lush exclusively introducing ultrasonic skin whitening in just 20 minutes. For last from August 13 to September 25. No need to travel to big cities. We have everything for you. Lush Boutique. Academy with government approved course. Lush Cosmetic, SN College Junction, upstairs 10 Yamaha, Chemadur, Punalur. കൊച്ചറിയ അസോസിയേറ്റ്സ്, പനമ്പറ്റ. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി ആവണീശ്വരം പനമ്പറ്റ കുരിശടി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഫർണിച്ചർ നിർമ്മാണ വിപണന സ്ഥാപനമാണ് കൊച്ചറിയ അസോസിയേറ്റ്സ്. ഇറ്റാലിയൻ ലെതർ സോഫ സെറ്റുകൾ ഉൾപ്പെടുത്തി വിപുലമായ ഫർണിച്ചർ ശേഖരവുമായി ഞങ്ങൾ പ്രവർത്തനം തുടരുന്നു. സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച ഈടും ഉറപ്പുമുള്ള തേക്കിന്റെയും വീട്ടിയുടെയും വുഡൻ ഫർണിച്ചറുകൾ, കുഷ്യൻ ഫർണിച്ചറുകൾ, ഡൈനിങ് ടേബിളുകൾ, കട്ടിലുകൾ, അലമാരകൾ, കൂടാതെ വീടുപണിക്ക് ആവശ്യമായ കട്ടിളകൾ, ജനാലകൾ എന്നിവ അതാത് സൈറ്റുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്നഗ്രഹങ്ങളെ സമ്പൂർണ്ണമാക്കുവാൻ തേക്കിലും വീട്ടിയിലും തീർത്ത ഈടും ഉറപ്പും
വലിപ്പമുള്ള മനോഹരമായ ഫർണിച്ചറുകൾ ഞങ്ങളുടെ പനമ്പറ്റയിലുള്ള ഷോറൂമിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ്. Please visit us and feel the difference. Contemporary furniture, Classic furniture, interiors, Kochariya Associates, Panambata. phone 0475-2322-074, 9447222696. 9447052074. Email lijo@designconceptsuae.com, kochariaassociates@gmail.com. Managed by PK Matthew, Agent LIC of India. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് പത്മനാഭൻ. പ്രധാന വാർത്ത. പത്തനാപുരത്ത് CPM നേതാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. CPM ലോക്കൽ കമ്മിറ്റി അംഗം ആർ ഹുമയൂണിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണം കൊലപാതകമെന്ന് സംശയം. കിഴക്കൻ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി, പശുക്കിടാവിനെ കൊന്നു, നാട്ടുകാർ പരിഭ്രാന്തിയിൽ. പുനലൂരിലും തെരുവ് നായ ശല്യം രൂക്ഷമാകുന്നു. പ്രഭാത സവാരിക്കാർ നായ്ക്കളെ ഭയന്ന് സവാരി നിർത്തി. വാർത്തകൾ വിശദമായി. പത്തനാപുരത്ത് CPM നേതാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. CPM ലോക്കൽ കമ്മിറ്റി അംഗം ആർ ഹുമയൂണിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പത്തനാപുരം കാനച്ചിറ വീട്ടിൽ ഹുമയൂണിനെയാണ് വെള്ളിയാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CPM ലോക്കൽ കമ്മിറ്റി അംഗവും CITU ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയൻ പത്തനാപുരം മേഖലാ പ്രസിഡന്റുമായിരുന്നു. നെറ്റിയിലും മുഖത്തും മുറിവേറ്റ പാടുകളുണ്ട്. തലയ്ക്ക് പിന്നിൽ രക്തം കെട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുനലൂർ ASP G കാർത്തികേയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് എൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. മരണവിവരം അറിഞ്ഞ് വൻ ജനാവലിയാണ് വീട്ടുപരിസരത്ത് തടിച്ചുകൂടിയത്. CPMന്റെ സജീവ പ്രവർത്തകനായിരുന്നു ഹുമയൂൺ. CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ അടക്കമുള്ള നേതാക്കൾ സ്ഥലത്ത് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. CPM നേതാവ് ആർ ഹുമയൂണിന്റെ മരണം കൊലപാതകമെന്ന സംശയം. മോഷണ ശ്രമത്തിനിടെ ആക്രമിക്കപ്പെട്ടതാകാമെന്നും നിഗമനം. CPM പ്രാദേശിക നേതാവിന്റെ മരണം കൊലപാതകമാണെന്ന് സംശയം. CITU പത്തനാപുരം മേഖലാ പ്രസിഡന്റ് ഹുമയൂണിനെ വെള്ളിയാഴ്ച രാവിലെ 6:45ഓടെയാണ് വീടിന്റെ അടുക്കള വാതിലിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിവാഹിതനായിരുന്ന ഇയാൾ സഹോദരൻ റഹ്മത്തിനും കുടുംബത്തിനും ഒപ്പം കുടുംബ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. തലയ്ക്ക് പിറകിലും മുൻവശത്തും ആഴത്തിലുള്ള മുറിവുകൾ ഏറ്റിട്ടുണ്ട്. മോഷണ ശ്രമത്തിനിടെ ആക്രമിക്കപ്പെട്ടതാകാമെന്നും പോലീസ് സംശയിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളുടെ സാന്നിധ്യം പോലീസ് പരിശോധിക്കും. കൊല്ലത്തു നിന്നും കൊട്ടാരക്കരയിൽ നിന്നും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും എത്തി പരിശോധന നടത്തിയിരുന്നു. പോലീസ് ഡോഗ് വീട്ടുപരിസരത്തും ഔട്ട് ഹൌസിലും മാത്രമാണ് മണം പിടിച്ചെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പത്തനാപുരം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അറിവ് മാലിന്യങ്ങളുടെ നിക്ഷേപ മേഖലയായി പത്തനാപുരം മാറുന്നു. ക്യാൻസർ രോഗബാധയും പകർച്ചവ്യാധിയും വർദ്ധിക്കുന്നു. ദിനംപ്രതി അനധികൃത മാംസ വിപണന കേന്ദ്രങ്ങൾ വർദ്ധിക്കുമ്പോഴും പഞ്ചായത്താകട്ടെ ഇതിനെ ഒത്താശ ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം പത്തനാപുരം നെടുമ്പറമ്പിൽ അറവ് മാലിന്യം നിക്ഷേപിക്കാനെത്തിയ സംഘത്തെ നാട്ടുകാർ പതിയിരുന്ന് പിടികൂടി പോലീസിന് കൈമാറിയിരുന്നു. എന്നാൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് ഒതുക്കി തീർക്കുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. പോലീസ് നിസ്സാര കേസ് ചുമത്തി മാഫിയ സംഘത്തെ വിട്ടയച്ചു. ജനജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ പരാതി ഉയർന്നിട്ടും പഞ്ചായത്തോ ആരോഗ്യവകുപ്പോ നടപടിയെടുക്കുന്നില്ല. നെടുമ്പറമ്പ്, ഇടത്തറ, കുണ്ടയം, പത്തനാപുരം, കാരിറ എന്നിവിടങ്ങളിൽ അനധികൃത മാംസ വിപണന കേന്ദ്രങ്ങൾ വർദ്ധിച്ചിട്ടും അധികൃതർ മൌനം പാലിക്കുകയാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി അറവുശാലകളിൽ നിന്നുള്ള മാലിന്യം നാട്ടുകാർക്ക് ഭീഷണിയാകുന്നുണ്ട്. അനധികൃത വിപണന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾ. യാതൊരു സുരക്ഷയുമില്ലാതെ തുറസായ സ്ഥലങ്ങളിലാണ് കശാപ്പ് നടക്കുന്നത്. ഇതിന്റെ മാലിന്യങ്ങൾ ചാക്കുകളിൽ നിറച്ച് പാതയോരങ്ങളിലോ തോട്ടങ്ങളിലോ നിക്ഷേപിക്കുകയാണ് പതിവ്. ഇത് ജനജീവിതത്തിന് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലേക്ക് മാംസം എത്തിക്കുന്നതും പത്തനാപുരം മേഖലയിൽ നിന്നാണ്. പത്തനാപുരം താലൂക്കിൽ മാംസ വിപണന കേന്ദ്രങ്ങൾക്ക് പഞ്ചായത്തുകൾ അനുമതി നൽകിയിട്ടില്ല. 2012 ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ ആരോഗ്യവകുപ്പ് അനധികൃത മാംസ വിപണന കേന്ദ്രങ്ങൾ നിയന്ത്രിച്ചിരുന്നു. 2014 കശാപ്പ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് പത്തനാപുരം പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ പരിശോധനകളും അന്വേഷണങ്ങളും നിലച്ചപ്പോൾ കേന്ദ്രങ്ങൾ പുനരാരംഭിച്ചു. നിലവിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി നടപടികൾ വേണമെന്നാണ് ആവശ്യം ഉയരുന്നത്. പത്തനാപുരത്തെ അംഗീകൃത മാംസ വിപണന കേന്ദ്രം ആരംഭിക്കുന്നതിനായി പഞ്ചായത്ത് മാർക്കറ്റിൽ സ്ലോട്ടർ ഹൌസും നിർമ്മിച്ചിരുന്നു. എന്നാൽ ശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി കോടതി തുടർ പ്രവർത്തനങ്ങൾ സ്റ്റേ ചെയ്തു. സൌകര്യപ്രദമായ മറ്റൊരു ഭാഗത്തേക്ക് സ്ലോട്ടർ ഹൌസ് മാറ്റാനും പഞ്ചായത്ത് ശ്രമിച്ചിട്ടില്ല.
ജനജീവിതം വരെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടാണ് അനധികൃതമായി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. അറവ് അവശിഷ്ടങ്ങൾ പാതയോരങ്ങളിലും വീട്ടുപരിസരങ്ങളിലും തള്ളുന്നവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പത്തനാപുരം ക്യാൻസർ ബാധിതരുടെ നാടായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല. പത്തനാപുരം മേഖലയിൽ അനധികൃത ഇറച്ചി വ്യാപാരം കൂടുതലായി നടത്തുന്നതും അറവ് അവശിഷ്ടങ്ങൾ പൊതുസ്ഥലത്ത് തള്ളുന്നതും പാതിരിക്കൽ പാണാഞ്ചിറ സ്വദേശി നൌഷാദാണെന്നാണ് പൊതുവെയുള്ള പരാതി. എന്നിട്ടും ഇയാൾക്കെതിരെ ഒരു നടപടിയും ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇതാണ് എന്റെ വണ്ടി. മിനിഞ്ഞാന്ന് ജംഗ്ഷനിലെ യൂസ്ഡ് കാർ ഡീലറിന്ന് വാങ്ങിയതാ. സ്പേഷ്യസ്, കളർഫുൾ, പിന്നെ എഞ്ചിൻ ശരിക്കും വെണ്ണ പോലെ. ഒട്ടും ശബ്ദമില്ല. എന്താ കാര്യം? കാരണം എഞ്ചിൻ ഓടുന്നേ ഇല്ല. എവിടെ നിന്നു പോകും? വാറന്റി ഉള്ളത് വാങ്ങിയിരുന്നെങ്കിൽ. അവതരിപ്പിക്കുന്നു മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടി ബ്രാൻഡ് യൂസ്ഡ് കാർ കമ്പനി. 118 ക്വാളിറ്റി ചെക്സ്, കാറുകൾക്ക് വാറന്റി, ഓരോ വണ്ടിയും തികച്ചും പുതിയതുപോലെ. മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ്, ഓണസ്റ്റ് ഡീൽസ്, ഗ്രേറ്റ് വീൽ. മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ്, എസ് ലൈൻ മോട്ടോഴ്സ്, നിയർ SBT അഞ്ചൽ. ഏത് ബ്രാൻഡ് യൂസ്ഡ് കാറുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു. നിങ്ങളുടെ യൂസ്ഡ് കാറുകൾക്ക് ഏറ്റവും മികച്ച മൂല്യത്തോടെ ഇവിടെ വിൽക്കുവാൻ സാധിക്കുന്നു. SBI, HDFC, മഹീന്ദ്ര, ശ്രീറാം തുടങ്ങിയ കമ്പനികളുടെ ഫിനാൻസ് സൗകര്യം. മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ്, എസ് ലൈൻ മോട്ടോഴ്സ്, നിയർ SBT അഞ്ചൽ. ഫോൺ 047522737171 9497173758. ഇടിമണിക്കൽ ജ്വല്ലറി അവതരിപ്പിക്കുന്നു 60 ദിവസത്തെ ആനിവേഴ്സറി ഓഫർ. നറുക്കെടുപ്പില്ല, ഭാഗ്യ പരീക്ഷണമില്ല, എല്ലാ പർച്ചേസിനും സമ്മാനം. 4 ഗ്രാം സ്വർണം വാങ്ങുമ്പോൾ ഒരു അയൺ ബോക്സ് സമ്മാനം. 1 പവനൊപ്പം സീലിംഗ് ഫാനോ റൈസ് കുക്കറോ പ്രഷർ കുക്കറോ സമ്മാനമായി സ്വന്തമാക്കാം. 20 പവൻ വാങ്ങുമ്പോൾ ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് സ്വന്തം. 25 പവൻ വാങ്ങുമ്പോഴാകട്ടെ ഒരു AC തികച്ചും സമ്മാനം. 50 പവൻ വാങ്ങുമ്പോൾ മെഗാ സമ്മാനമായ ഒരു ഹീറോ ബൈക്ക് തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. ഈ ഓഫർ ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. ഇടിമണിക്കൽ ജ്വല്ലറി, പുനലൂർ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൻ ഹുസൈൻ, ലൂയിസ് ഫിലിപ്പ്, അലൻസൊളി, പാൻ അമേരിക്ക തുടങ്ങി ബ്രാൻഡഡ് ഷർട്ടുകൾ, നൂതന ഫാഷൻ വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു BIS 916 ഹോൾമാർക്ക് സ്വർണത്തിൽ തീർത്ത 1000 ഡിസൈനുകൾ. ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കേരള ഫുട്വെയർ, ചെമ്മന്തൂർ, പുനലൂർ. മേൽത്തരം കമ്പനികളായ ബാറ്റ, VKC, പാരഗൺ, വുഡ്ലാൻഡ്, ആക്ഷൻ, ഒഡീസിയ തുടങ്ങിയ കമ്പനികളുടെ പാദരക്ഷകളും ഫാൻസി ചെരുപ്പുകളും ലഭ്യമാണ്. ഫോൺ 9495969492. വസ്ത്രവിപണന രംഗത്ത് ചിത്രാസ് കളക്ഷൻസ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ 3 നിലകളിലായി. വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള വൈവിധ്യമാർന്ന തുണിത്തരങ്ങൾ, കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തുണിത്തരങ്ങൾ, റെഡിമെയ്ഡ് ഡ്രസ്സുകൾ, ഫാൻസി ഡിസൈൻ സാരികൾ, പട്ടുസാരികൾ, പാർട്ടി വെയറുകൾ. പ്രമുഖ കമ്പനികളായ DH, സീറോ, റെക്സോ, രാംരാജ്, കിറ്റെക്സ്, MCR, സിറ്റി, ഉദയം, റെജന്റ്, ഷെൽട്ടോൺ, ജോൺ നോബൽ ഷർട്ടുകളും പാന്റുകളും, വിസ്മയ, V-സ്റ്റാർ, റോഷിനി, ലിസ എന്നീ കമ്പനികളുടെ ചുരിദാർ പീസുകൾ എന്നിവയുടെ അതിശയിപ്പിക്കുന്ന കളക്ഷൻ. വിലക്കുറവിലൂടെ നല്ല വസ്ത്രങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് സ്വന്തമാക്കൂ. ചിത്രാസ് കളക്ഷൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 9447019569 047522224246.
ലീല ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ പനച്ചവിള 5 39ാം വാർഷികാഘോഷം പ്രമാണിച്ച് ഫർണിച്ചറുകൾക്ക് വമ്പിച്ച വിലക്കുറവും ലീല ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചന്റെ വിശാലമായ നവീകരിച്ച ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ഈട്ടി, തേക്ക് തുടങ്ങിയ തടികളിൽ കാലാനുസൃതം പുത്തൻ ട്രെൻഡുമായി മറ്റെങ്ങും ലഭിക്കാത്ത ഡിസൈനുകളിലും സെലക്ഷനിലും വിലക്കുറവിലും 12,000 സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. സോഫ സെറ്റുകൾ, ഡൈനിങ് സെറ്റുകൾ, ദിവാൻ കോട്ടുകൾ, കട്ടിലുകൾ, ബെഡ്റൂം സെറ്റുകൾ, സ്റ്റീൽ ഫർണിച്ചറുകൾ, ഓഫീസ് ഫർണിച്ചറുകൾ, പെപ്സ്, റീപോസ്, റെപ്കോ, കെർലോൺ, ഗോദ്രേജ് കമ്പനികളുടെ മെത്തകളും പ്രമുഖ കമ്പനികളുടെ പ്ലാസ്റ്റിക് ഫർണിച്ചറുകളും ഗോദ്രേജ് അലമാരകളും ഇവിടെ ലഭ്യമാണ്. മോഡുലാർ കിച്ചൺ കബോർഡുകൾ, കോക്കറി ഷെൽഫ്, ബെഡ്റൂം കബോർഡ് തുടങ്ങിയ ഇന്റീരിയർ വർക്കുകളും ഓർഡർ പ്രകാരം കൃത്യസമയത്തിനുള്ളിൽ ചെയ്തു നൽകുന്നു. ഫേബർ, എപ്കോ കമ്പനികളുടെ ഇലക്ട്രിക് ചിമ്മിനി, കുക്ക് ടോപ്പ്, കിച്ചൺ ആക്സസറീസും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വണ്ടി വാടക സൗജന്യം. ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ഗ്യാരണ്ടിയോടുകൂടി ലഭിക്കുവാൻ ലീല ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ, പനച്ചവിള, അഞ്ചൽ. ഫോൺ 9447864980. ആഘോഷ പെരുമഴയിൽ പുനലൂർ ഓണം ഫെസ്റ്റ് 2016 സെപ്റ്റംബർ 3 മുതൽ 25 വരെ പുനലൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ. പുനലൂർ ഓണം ഫെസ്റ്റ് 2016 ട്രേഡ് വെയർ, അമ്യൂസ്മെന്റ് പാർക്ക്, റോബോട്ട്, ആനിമൽസ്, അക്വാ ഷോ, മരണക്കിണർ തുടങ്ങി കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ആസ്വദിക്കാവുന്ന നിരവധി റൈഡുകൾ. നിരവധി സിനിമ, സീരിയൽ, TV താരങ്ങളുടെ മെഗാ ഷോകൾ, ഡാൻസ് മത്സരങ്ങൾ, സാംസ്കാരിക സന്ധ്യകൾ, സെമിനാറുകൾ ഉൾപ്പെടെ ഓണം ഫെസ്റ്റിനെ വർണ്ണാഭമാക്കുന്ന നിരവധി പരിപാടികൾ. വർണ്ണവിസ്മയ ലോകം തീർക്കുന്ന ഈ ഓണം ഫെസ്റ്റിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പുനലൂർ ഓണം ഫെസ്റ്റ് 2016 സെപ്റ്റംബർ 3 മുതൽ 25 വരെ ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകര, പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽ വർക്കുകൾ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസി കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകാല, പുനലൂർ. ഫോൺ 9388709485. കിഴക്കൻ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കിടാവിനെ കൊന്നു. നാട്ടുകാർ പരിഭ്രാന്തി. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. ഒറ്റക്കൽ ശ്രീനിവാസിൽ ഗീതാകൃഷ്ണന്റെ വീട്ടിൽ തൊഴുത്തിൽ കിട്ടിയിരുന്ന പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചു കൊന്നത്. വെച്ചൂർ ഇനത്തിൽപ്പെട്ട 1 വയസ്സ് പ്രായമുള്ള പശുക്കിടാവാണ് പുലിയുടെ ഇരയായത്. രാവിലെ തൊഴുത്തിലെത്തിയപ്പോഴാണ് പശുക്കിടാവ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. പരിസരത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടതായും വീട്ടുകാർ അറിയിച്ചു. ഈ മേഖലയിൽ വന്യമൃഗശല്യം തലവേദനയാണെന്നും ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കാറില്ലെന്നും നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു. വനത്തിൽ ഈ മൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ഗവൺമെന്റ് ഏറ്റെടുക്കണം. ഇരു സർക്കാരുകളും ഈ കാര്യത്തിൽ പരാജയമാണ്. അതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ വിഷയത്തിൽ ഏതു വിധേനയും ജനങ്ങളുടെ പരാതിക്ക് നടപടി ഉണ്ടാകണമെന്നും വന്യമൃഗങ്ങൾ കാരണം നാട്ടുകാർക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ വനം വകുപ്പ് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇല്ലാത്തപക്ഷം ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും തെമ്മല ഗ്രാമപഞ്ചായത്ത് അംഗം R. സുരേഷ് പറഞ്ഞു. ഈ മേഖലകളിൽ വന്യമൃഗശല്യം കൂടി വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ 6 മാസം മുമ്പ് 2 പട്ടികളെ തന്നെ പിടിച്ചുകൊണ്ടുപോയി, ആടിനെ പിടിച്ചു. ഇപ്പോൾ പശുക്കിടാവിനെ, വെച്ചൂർ പശുവിൻ്റെ പശുക്കിടാവിനെയാണ് ഇന്നിപ്പോൾ പുലി പിടിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ജനങ്ങൾ ഭീതിയിലാണ്. ഇതിനാവശ്യമായ നടപടി, അതുപോലെ തന്നെ ഈ വളർത്തുമൃഗങ്ങളെല്ലാം പിടിക്കുമ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരം തന്നെ കൃത്യസമയത്ത് കർഷകന് കൊടുക്കാത്ത അവസ്ഥ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കുന്നുണ്ട്. കൃത്യമായി നഷ്ടപരിഹാരം കൊടുക്കാതെ ഇപ്പോൾ 1 വർഷമായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തവർക്ക് പോലും നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കർഷകനോട് കാണിക്കുന്ന ദ്രോഹം വളരെ വലുതാണ്. അതിനോടൊപ്പം തന്നെ വ്യാപകമായി ഇതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു മാർഗവും ഈ ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതും വലിയ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഇത് രണ്ടും വളരെ അടിയന്തരമായി പരിഹരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ വ്യാപകമായ പ്രക്ഷോഭമായി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. സംഭവത്തോടെ കിഴക്കൻ മലയോര മേഖലയിലെ ജനങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം പുലിപ്പേടിയിലാണ്. ന്യൂസ് ബ്യൂറോ, തെമ്മല. ചരിത്ര സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിന്റെ നവീകരണം പൂർത്തിയായെങ്കിലും പരിമിതികൾ പിന്നെയും ബാക്കി. തൂക്കുപാലത്തിനായി പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും തന്നെ നടപ്പിലായിട്ടില്ല.
ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പുനലൂർ തൂക്കുപാലം നവീകരണം പൂർത്തിയാക്കി സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. UDF സർക്കാരിന്റെ കാലത്താണ് തമ്പകത്തടികൾ പാകി തൂക്കുപാലം വീണ്ടും തുറന്നത്. തൂക്കുപാലത്തോടനുബന്ധിച്ച് പൂന്തോട്ടം, പാർക്ക് എന്നിങ്ങനെ വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്തെങ്കിലും എല്ലാം ഇപ്പോഴും ജലരേഖയായി തന്നെ അവശേഷിക്കുകയാണ്. പാലത്തിൽ പാകിയ ശേഷം അധികം വന്ന തമ്പകത്തടികൾ പോലും നിരന്തരമായ വാർത്തകളെ തുടർന്ന് അടുത്തിടെയാണ് നീക്കം ചെയ്തത്. മുമ്പ് പാലം നവീകരിച്ചപ്പോൾ നിരവധി ഇരിപ്പിടങ്ങൾ പാലത്തിൽ സ്ഥാപിച്ചിരുന്നെങ്കിലും അടുത്തിടെ നടന്ന നവീകരണ കാലത്ത് ഇവ നീക്കം ചെയ്യുകയായിരുന്നു. UDF സർക്കാരിന്റെ അവസാന കാലത്ത് തിടുക്കം പിടിച്ച് നവീകരണവും ഉദ്ഘാടനവും പൂർത്തീകരിച്ചെങ്കിലും ഇരിപ്പിടങ്ങൾ ഒന്നും തന്നെ പുനഃസ്ഥാപിച്ചില്ല. പാലത്തിലെത്തുന്നവർക്ക് നിലത്തിരുന്ന് വിശ്രമിക്കേണ്ട ഗതികേടാണ് ഇപ്പോഴുള്ളത്. ഓണക്കാലത്ത് തൂക്കുപാലത്തിലും തിരക്കേറിയെങ്കിലും വൈകിട്ട് 6:30 പാലത്തിന്റെ ഇരുകവാടങ്ങളും അടയ്ക്കും. ഇതും സന്ദർശകരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കുറഞ്ഞത് 7 മണിവരെയെങ്കിലും പാലം തുറന്നു നൽകണമെന്നാണ് ആവശ്യം. തിങ്കളാഴ്ചകളിൽ പാലം പൂർണ്ണമായി അടച്ചിടുന്നതിലും എതിർപ്പ് ശക്തമാണ്. ലൈവ് വാർത്ത, പുനലൂർ. പുനലൂർ KSRTC ഡിപ്പോയിൽ നിന്നും രാത്രികാല സർവീസുകളില്ല. കിഴക്കൻ മേഖലയിൽ യാത്രാക്ലേശം രൂക്ഷമാണ്. രാത്രി 8:15 കഴിഞ്ഞാൽ ഡിപ്പോയിൽ നിന്ന് സർവീസുകളില്ലാത്ത അവസ്ഥയാണുള്ളത്. രാത്രികാലങ്ങളിൽ പുനലൂരിൽ വന്നാൽ യാത്രാ സൗകര്യങ്ങളില്ലാതെ വലഞ്ഞു പോകുമെന്നതാണ് യാഥാർത്ഥ്യം. പത്തനാപുരം, കുന്നിക്കോട്, അടൂർ, അഞ്ചൽ മേഖലകളിലേക്ക് രാത്രി 8:30 കഴിഞ്ഞ് സർവീസുകൾ ആരംഭിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. നിലവിലുണ്ടായിരുന്ന സർവീസുകൾ തന്നെ KSRTC വെട്ടിക്കുറച്ചിരിക്കുകയാണ്. സ്റ്റേ സർവീസുകൾ ഉൾപ്പെടെ നിരവധി സർവീസുകൾ KSRTC ഇതിനകം വെട്ടിക്കുറച്ചു. കഴിഞ്ഞ ഓണ ദിവസങ്ങളിൽ സ്റ്റാഫുകളുടെ അഭാവം മൂലം പല സർവീസുകളും ക്യാൻസൽ ചെയ്തു. പത്തനാപുരം മേഖലയിലേക്ക് പോകേണ്ട യാത്രക്കാരാണ് ഏറെ വലയുന്നത്. രാത്രികാലങ്ങളിൽ സർവീസ് ഇല്ലാത്തതിനാൽ പ്രദേശത്ത് യാത്രാക്ലേശം രൂക്ഷമാണ്. തിരുവനന്തപുരത്തു നിന്നും തെങ്കാശിയിൽ നിന്നും എത്തുന്ന ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളാണ് ഏക ആശ്രയം. ഈ സർവീസുകളാകട്ടെ യഥാസമയം എത്താറുമില്ല. രാത്രി 8:45 പത്തനാപുരത്തേക്കും കുന്നിക്കോടിനും ഓർഡിനറി സർവീസ് ആരംഭിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. യാത്രാക്ലേശം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്ത ബന്ധപ്പെട്ടവരുടെ നടപടിക്കെതിരെ പ്രതിഷേധവും രൂക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വാനരശല്യം മൂലം പൊറുതിമുട്ടി ഏരൂർ തൃക്കോയിക്കൽ നിവാസികൾ. കാർഷിക വിളകളും മറ്റും നശിപ്പിക്കുന്ന വാനരക്കൂട്ടങ്ങൾ കുട്ടികളെയും ആക്രമിക്കുന്നു. തൃക്കോയിക്കൽ നിവാസികൾ ഉറക്കമുണരുന്നത് വാനരന്മാരുടെ ശബ്ദകോലാഹലങ്ങൾ കേട്ടുകൊണ്ടാണ്. വീടുകളുടെ ഓടുകൾ പലതും വാനരന്മാർ ഉടച്ചു കളയുന്നു. വീടിന് പുറത്ത് എന്തു സാധനങ്ങൾ വച്ചിരുന്നാലും വാനരക്കൂട്ടം എടുത്തുകൊണ്ടുപോകും. വിളകൾ പൂർണ്ണമായും നശിപ്പിക്കും. വാഴയുടെയും മറ്റും മുകൾ ഭാഗം ഒടിച്ചു കളയും. വാനരക്കൂട്ടം കാണിക്കുന്ന അതിക്രമങ്ങൾ നിരവധിയാണ്. കുട്ടികളെയും മുതിർന്നവരെയും എന്തെങ്കിലും ആഹാര സാധനങ്ങളുമായി കണ്ടാൽ ആക്രമിക്കുകയും ചെയ്യും. വാനരന്മാരുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി സ്ഥലം വിറ്റ് മറ്റു സ്ഥലങ്ങളിലേക്ക് താമസം മാറാൻ പോലും ആളുകൾ നിർബന്ധിതരാവുകയാണ്. വാഴ നട്ടാകും വാഴയുടെ മണ്ട കയറി കുരങ്ങ് ഓടിച്ചു കളയും. പിന്നെ ചേന, ചേമ്പ് ഇതൊന്നും പന്നി സമ്മതിക്കത്തില്ല. പിന്നെ ഒരു വയലിലൊക്കെ നമ്മൾ കൃഷി ഇറക്കുന്ന അത്രയും പന്നി കുത്തി പടവലവും പയറും എല്ലാം അതിന്റെ മൂടെല്ലാം അത് തുറന്ന് ചെതഞ്ഞില്ലാതാക്കി കളയുക. ഒരുപാട് കൃഷി നഷ്ടമായിപ്പം. പിന്നെ വീടുകളിൽ ഒന്നും വെളിയിലോട്ട് പോലും വെക്കണ്ട. എല്ലാം പന്നിയും ശല്യമുണ്ട്, കുരങ്ങിന്റെ ശല്യമുണ്ട്. കുരങ്ങ് ഭയങ്കര ശല്യം. ധാരാളമായിട്ട് കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. ഇതിൽ നിന്ന് ഈ കുരങ്ങന്മാരിൽ നിന്ന് ഇപ്പോൾ പുതിയ തരം ഒരുപാട് വൈറസുകളും ഒരുപാട് രോഗങ്ങളും വരുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഈ കുരങ്ങ് പനിയും മറ്റുള്ള എന്തെങ്കിലും വരുമോന്ന് ഞങ്ങൾക്ക് ഭീതിയിലാണ് ഞങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ പട്ടികളുടെയും അതായത് ഈ മലയോര മേഖലയായത് കാരണം ഇവിടെ കോഴി വേസ്റ്റുകളും മറ്റ് വേസ്റ്റുകളും മൊത്തം ഈ മലയിലാണ് കൊണ്ടിരുന്നത്. ഫോറസ്റ്റുകാർ അതിന് യാതൊരു രീതിയിലുള്ള ശ്രദ്ധയും നടത്തുന്നില്ല. ഈ മലയിൽ കൊണ്ടിരുന്ന വേസ്റ്റുകൾ തിന്നാനായിട്ട് കുറെ പട്ടികളും, ആ പട്ടികൾ കാരണം ഇപ്പോൾ തന്നെ ഈ അടുത്ത് തന്നെ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്ന ഒരാൾക്കാരുടെ കുറെ പേരെ പട്ടികൾ ഈ വയലിലിട്ട് കടിക്കുകയുണ്ടായി. അവരെ കടിച്ച ഇവിടെ മൊത്തം പട്ടി ശല്യം, കുരങ്ങ് ശല്യം, പന്നി ശല്യം കാരണം ഞങ്ങൾ തൃക്കോയിക്കലിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love.
വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അനുയോജ്യമായ ഫാൻസ് ജ്വല്ലറി ഉൽപ്പന്നങ്ങളുടെ നക്ഷത്ര തിളക്കത്തിനും മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് കൂടുതൽ നിറച്ചാർത്ത് സമ്മാനിച്ച് വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. മനസ്സു നിറയെ വർണ്ണമാ മിഴിയിലൊഴുകും കനവാ പട്ടണിഞ്ഞൊരു പെൺകൊടി പൗർണമിരാവിൻ സുന്ദരി ശലഭമായി മഴവില്ല ഇനിയെന്നും ഏഴഴകുമായി വരൂ സോഡിയാക്കിൻ പട്ടണിഞ്ഞു ചാരവി നവവധുവാ Zodiac Silks and Sarees, opposite Town Juma Masjid, Pattanapuram. അലീന കൺസ്ട്രക്ഷൻസ്, ഇളമ്പൽ, നെല്ലിപ്പള്ളി ആൻഡ് കൊട്ടാരക്കര. വാസ്തുശാസ്ത്ര പ്രകാരമുള്ള കെട്ടിട നിർമ്മാണങ്ങൾക്കും പ്ലാൻ, എസ്റ്റിമേറ്റ്, സൂപ്പർവിഷൻ തുടങ്ങി എല്ലാവിധ കെട്ടിട നിർമ്മാണ സംബന്ധമായ സേവനങ്ങൾക്കും അലീന കൺസ്ട്രക്ഷൻസ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ മിതമായ നിരക്കിൽ യാഥാർത്ഥ്യമാക്കുവാൻ 28 വർഷത്തിൽ പരം സേവന പാരമ്പര്യമുള്ള അലീന കൺസ്ട്രക്ഷൻസ്, നെല്ലിപ്പള്ളി, ഇളമ്പൽ ആൻഡ് കൊട്ടാരക്കര. ഫോൺ 9496004565 9847241876. ഞങ്ങളുടെ സഹോദര സ്ഥാപനം അലീന ട്രേഡേഴ്സ്, നെല്ലിപ്പള്ളി. എല്ലാവിധ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽസ്, ഹാർഡ്വെയർ ഐറ്റംസും മിതമായ നിരക്കിൽ ലഭ്യമാണ്. രാംകോ സിമന്റിന്റെ അംഗീകൃത ഡീലർ അലീന ട്രേഡേഴ്സ്, നെല്ലിപ്പള്ളി. പോൾസൺ ഫർണിച്ചർ, തടിയിൽ നിർമ്മിച്ചെടുത്ത് ശില്പചാരുതയുടെ നിറകുടമായ പോൾസൺ ഫർണിച്ചർ അണിയിച്ചൊരുക്കുന്ന നയനവിസ്മയത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ നൽകുന്ന പണത്തിന് തക്ക ഈടും ഉറപ്പും ബലവും ഭംഗിയുള്ള ഫർണിച്ചറുകൾക്ക് ഞങ്ങളുടെ നവീകരിച്ച ഷോറൂം സന്ദർശിക്കുക. യഥാർത്ഥ ഫർണിച്ചർ യഥാർത്ഥ വിലയ്ക്ക്. പോൾസൺ ഫർണിച്ചർ, പുനലൂർ. ഫോൺ 0475225695. വസ്ത്രവിപണന രംഗത്ത് ചിത്രാസ് കളക്ഷൻസ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ 3 നിലകളിലായി. വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള വൈവിധ്യമാർന്ന തുണിത്തരങ്ങൾ, കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തുണിത്തരങ്ങൾ, റെഡിമെയ്ഡ് ഡ്രസ്സുകൾ, ഫാൻസി ഡിസൈൻ സാരികൾ, പട്ടുസാരികൾ, പാർട്ടി വെയറുകൾ, പ്രമുഖ കമ്പനികളായ DH, സീറോ, റെക്സോ, രാംരാജ്, കിറ്റെക്സ്, MCR, സിറ്റി, ഉദയം, റെജന്റ്, ഷെൽട്ടോൺ, ജോൺ നോബൽ ഷർട്ടുകളും പാന്റുകളും, വിസ്മയ, ബീസ്റ്റാർ, റോഷിനി, ലിസ എന്നീ കമ്പനികളുടെ ചുരിദാർ പീസുകൾ എന്നിവയുടെ അതിശയിപ്പിക്കുന്ന കളക്ഷൻ. വിലക്കുറവിലൂടെ നല്ല വസ്ത്രങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് സ്വന്തമാക്കൂ. ചിത്രാസ് കളക്ഷൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 9447019569 0475224246. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്,
ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ, എക്സ്പോർട്ട് ക്വാളിറ്റി ഗ്രാനൈറ്റ്സ് ആൻഡ് ഇമ്പോർട്ടഡ് വിട്രിഫൈഡ് ടൈൽസ്. ഗുണനിലവാരം, വിശ്വസ്തത, വേഗത, സുതാര്യത ഞങ്ങളുടെ മുഖമുദ്ര. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാട്. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475-235-2698. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയിണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. സുനിദ്ര, പെപ്സ്, സ്കൈഫോൺ എന്നീ കമ്പനികളുടെ മെത്തകളും ഇവിടെ ലഭ്യമാണ്. മെത്തകൾക്ക് 20% വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു. ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. JS ഫാഷൻ ജ്വല്ലേഴ്സ്, SBT ബാങ്കിന് സമീപം, അഞ്ചൽ. ഡയമണ്ട് സിക്സ് വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. മോസ്റ്റ് മോഡേൺ ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് ഫാഷൻ ജുവൽസ്, JS ഫാഷൻ ജ്വല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847-999874. ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. JS വെഡിംഗ് പാലസ്, അഞ്ചൽ. പുനലൂരിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. നായ്ക്കൂട്ടത്തെ ഭയന്ന പ്രഭാത സവാരിക്കാർ പോലും നിരത്തിലിറങ്ങുന്നില്ല. കിഴക്കൻ മേഖലയിൽ തെരുവുനായ്ക്കളുടെ ശല്യം വ്യാപകമാകുകയാണ്. ദിവസേന നിരവധി ആളുകൾക്കാണ് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. ആടുകളെയും കോഴികളെയും തെരുവുനായ്ക്കൾ കൊന്നൊടുക്കുന്നു. ഞാൻ എന്റെ 4-5 ആടിനെ മേയാൻ വിട്ടേക്കുമായിരുന്നു. ഈ മേയാൻ വിടുന്ന സമയത്ത് കുറെ തെരുവുനായ്ക്കൾ ഇങ്ങനെ ചാടി വരും. ഇതിനെല്ലാം ഞാൻ കല്ലെടുത്ത് എറിയുകയും ചെയ്യും. ഒരു കാരണവശാലും ഈ പട്ടികൾ പോകത്തില്ല. എന്ത് ചെയ്യാനാ? പട്ടി വന്ന് നമ്മുടെ ആടിനെ കടിച്ചു. ഞാൻ വിട്ടേച്ച് പോരുന്ന സമയത്ത് ആ പട്ടി വന്ന് ആടിനെ കടിക്കുകയും ഞാൻ വിളിച്ചു കേട്ടുകൊണ്ട് ഓടിച്ചെന്ന് എന്ന് പറഞ്ഞാൽ ആടിന്റെ ഈ അവസ്ഥയിൽ ഈ ചെറിയെല്ലാം കടിച്ചു പറിച്ച ഈ അവസ്ഥ ഞാൻ കാണുകയും. സ്കൂളുകളിൽ കുട്ടികളെ ഒറ്റയ്ക്ക് വിടാൻ പോലും രക്ഷിതാക്കൾക്ക് ഭയമാണ്. കൂട്ടം ചേർന്നെത്തുന്ന തെരുവ് നായ്ക്കൾ കിഴക്കൻ മേഖലയിൽ ഭീഷണി ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസം പത്തനാപുരം കടക്കാമണ്ണിൽ ആട്ടിൻകുട്ടികളെ കടിച്ചുകീറിയ നായ്ക്കൂട്ടം 2 ആഴ്ച മുമ്പ് പട്ടാഴി ഭാഗത്ത് ഒരു ഗർഭിണിയെയും ആക്രമിക്കുകയുണ്ടായി. പുനലൂർ, കരവാളൂർ, ഇളമ്പൽ മേഖലകളിൽ തെരുവ് നായ്ക്കൾ ഭീഷണി ഉയർത്തുകയാണ്. സ്കൂൾ കുട്ടികളെ അടക്കം നായ്ക്കൾ ആക്രമിക്കുന്നു. ഇതിനെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാനും ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നില്ല. പ്രഭാത സവാരിക്കാർ പോലും തെരുവ് നായ്ക്കളെ ഭയന്ന് സവാരി നിർത്തിവച്ചിരിക്കുകയാണ്. അറവ് മാലിന്യങ്ങൾ റോഡരികിൽ നിക്ഷേപിക്കുന്നത് മൂലം തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ കിഴക്കൻ മേഖലയിൽ എത്തുന്നുണ്ട്. ലൈവ് വാർത്ത, പുനലൂർ. പുനലൂർ ആഗ്രോ ഫ്രൂട്ട്സ് ഫാക്ടറി നോക്കുകുത്തിയാകുന്നു. ഉൽപാദനം ആരംഭിക്കുവാൻ കഴിയാതെ ഫാക്ടറി പ്രതിസന്ധിയിലായി. കോടികൾ മുടക്കി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ഇവിടെ ഉൽപാദനം പൂർണ്ണതോതിൽ നടക്കാത്തത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാണ് പഴവർഗ്ഗ സംസ്കരണശാല നവീകരിച്ചത്. വൻ ഉൽപാദനം ലക്ഷ്യമിട്ട് നവീകരിച്ച ഫാക്ടറിയാകട്ടെ നിലവിൽ നോക്കുകുത്തിയാവുകയാണ്. ഒരു കാലത്തെ വലിയ ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന ഫാക്ടറി ഇന്ന് നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. മാനേജ്മെന്റിന്റെ അലംഭാവം മൂലമാണ് ഫാക്ടറിയിൽ ഉൽപാദനം പൂർണ്ണമായി ആരംഭിക്കാൻ കഴിയാത്തതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വർഷങ്ങളായി അടഞ്ഞുകിടന്ന ഫാക്ടറി കഴിഞ്ഞ 2 വർഷം മുമ്പാണ് കോടികൾ മുടക്കി നവീകരിച്ചത്. ജനപ്രിയ ഉൽപ്പന്നങ്ങളായ മാംഗോ ഫ്രൂട്ടി, മാംഗോ ജ്യോതി എന്നീ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരുന്ന ഇവിടെ ഇപ്പോൾ കാര്യമായി ഉൽപാദനം നടക്കുന്നില്ല. മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ പോലും ഇവിടെ നിർമ്മിക്കാൻ കഴിയുന്നില്ല. വീണ്ടും ഒരു അടച്ചുപൂട്ടലിന്റെ വക്കിലേക്കാണ് ഫാക്ടറി കടന്നുപോകുന്നത്. LDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഫാക്ടറിക്ക് പുതുജീവൻ ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ആ പ്രതീക്ഷയും അസ്തമിക്കുകയാണെന്നാണ് ആക്ഷേപമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ചേലക്കോട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും മാനവ സൌഹാർദ്ദ സദസ്സും സംഘടിപ്പിച്ചു. വീട്ടമ്മമാരുടെ വടംവലി ശ്രദ്ധേയമായി. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു.
കലാമത്സരങ്ങളിൽ വീട്ടമ്മമാരുടെ വടംവലി മത്സരം ഏറെ ശ്രദ്ധേയമായി. ആവേശം വാനോളം ഉയർന്ന വീട്ടമ്മമാരുടെ വടംവലി മത്സരം കാണാൻ നിരവധി പേരാണ് എത്തിയത്. തുടർന്ന് പുരുഷന്മാരുടെ വടംവലി മത്സരവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചടങ്ങിൽ ചലച്ചിത്ര താരം കുമാരി അനുശ്രീക്ക് സ്വീകരണവും നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ. പത്തനാപുരത്ത് CPM നേതാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. CPM ലോക്കൽ കമ്മിറ്റി അംഗം ആർ ഹുമയൂണിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണം കൊലപാതകമെന്ന് സംശയം. കിഴക്കൻ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി. പശുക്കിടാവിനെ കൊന്നു. നാട്ടുകാർ പരിഭ്രാന്തിയിൽ. പുനലൂരിലും തെരുവ് നായ് ശല്യം രൂക്ഷമാകുന്നു. പ്രഭാത സവാരിക്കാർ നായ്ക്കളെ ഭയന്ന് സവാരി നിർത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ livevarta.com സന്ദർശിക്കുക. നമസ്കാരം.